അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് രാഹുലിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ജിബിൻ ജെ ബി വിവരങ്ങൾ നൽകും. അതിനു മുമ്പുള്ള ദൃശ്യങ്ങളിലേക്ക്. സുപ്രീം കോടതിയുടെ അർണേഷ് വിധിയുടെ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അർണേഷ് വിധിയുടെ ലംഘനമാണ്. This is against the Arnesh Kumar verdict and I have not been served any notice. Police is claiming that they have served me notice. They have not served me any notice. So please remember, this is blatant disregard of Supreme Court verdict. ഇത് സുപ്രീം കോടതി വിധിന്യായങ്ങളുടെ ലംഘനമാണ്. ഇത് സുപ്രീം കോടതി വിധിന്യായത്തിന്റെ ലംഘനമാണ്. ജിബിൻ ജെ ബിയുടെ വിവരങ്ങളായി. ജിബിൻ, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുന്നത്? ഇപ്പോൾ പോലീസുകാർക്കൊപ്പം പോകുമ്പോൾ തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് കോടതി വിധിയുടെ ലംഘനമാണ്, നോട്ടീസ് നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ദിവിഷ്, അല്പസമയം മുൻപാണ് രാഹുൽ ഈശ്വറിനെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കിയത്. ACJM കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കോടതി വാദം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എന്താണ് ഈ വിഷയത്തിലെ കോടതിയുടെ നിലപാടെന്ന് നമുക്കറിയാൻ സാധിക്കും. കുറച്ചു നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഈശ്വർ സംസാരിച്ചിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്തും രാഹുൽ പ്രതികരിച്ചിരുന്നു. അതായത് പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തനിക്ക് നോട്ടീസ് നൽകി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇതുവരെയും പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ല. തൻ്റെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഇനിയും തുടരുമെന്ന് തന്നെയാണ്. അതായത് രാഹുൽ ഈശ്വർ എന്ത് കാര്യത്തിനാണോ പോലീസ് കസ്റ്റഡിയിലായത് അതിനെതിരായിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് രാഹുൽ ഈശ്വർ ആദ്യം മുതൽ പറയുന്ന കാര്യമുണ്ട്, താൻ അനുകൂലിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് അനുകൂലിക്കുന്നത്. പക്ഷേ ഈ പീഡന പരാതി നൽകിയ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി താൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള യാതൊരുവിധ കണ്ടന്റും താൻ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാത്രം അനുകൂലിക്കുന്ന നിലപാട് താൻ തുടരുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ മുതൽ നടത്തിയ പല സന്ദർഭങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നിലപാട് സ്വീകരിച്ചത്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൽ പെൺകുട്ടിയുടെ ഇരയുടെ ഭാഗം മാത്രം സംസാരിക്കാൻ മാത്രമേ ആളുകളുള്ളൂ. ആരോപണ വിധേയനായിട്ടുള്ള MLAയുടെ ഭാഗം പറയുന്നതിന് വേണ്ടി ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു വർഷം കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി താൻ ശ്രമിച്ചതെന്നാണ് രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. ഇതിനിടെ ഇന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തുള്ള വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു എങ്കിൽ പോലും നിസ്സാരമായ വകുപ്പുകളാണ്, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത്. പക്ഷേ ചോദ്യം ചെയ്തതിന് ശേഷമാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. അതിലൊരു വകുപ്പ് മാത്രമാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാത്തതായി, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചത്. പക്ഷേ 11 മണിയോട് കൂടി രാഹുൽ ഈശ്വറിനെ നേരെ കൊണ്ടുപോയത് പൗടിക്കോണത്തുള്ള വീട്ടിലേക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ സ്വന്തം ഫോണിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. അത് അറസ്റ്റിലായ ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിക്കെതിരെ താൻ ചെയ്ത വീഡിയോകൾ എല്ലാം പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണമായ ലാപ്ടോപ്പ് അത് ഈ വീട്ടിൽ പോലീസ് കാണാതെ താൻ ഒളിപ്പിക്കുന്നു എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ആ ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിന് വേണ്ടി പോലീസ് രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തിലെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തിയത്. 11 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിച്ച് പരിശോധനകൾ ആരംഭിച്ചത്. ഏകദേശം 2 മണിക്കൂറോളം ആ പരിശോധനകൾ നീണ്ടു നിന്നു. ഇതിനിടയിലാണ് വീട്ടിൽ നിന്ന് ഈ ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ലാപ്ടോപ്പ് മാത്രമല്ല, കൂടുതൽ തെളിവുകളും പോലീസ് വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് രാഹുൽ ഈശ്വർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റുഡിയോയ്ക്കകത്ത് വെച്ച് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഈ പെൺകുട്ടിയുടേതെന്ന് പറയുന്ന വിവരങ്ങൾ അത് രാഹുൽ ഈശ്വറിന് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ രേഖകൾ കൂടി അവിടെ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം സീൽ ചെയ്ത കവറിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും ACJM കോടതി ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എന്താണ് കോടതിയുടെ ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ദിവിഷ്.